വെൽക്കം ടു SKS കോൺവെർട്ട്. എൻ്റെ പേരാണ് സൂര്യകിരൺ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗൂഗിൾ ലെൻസിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. നിങ്ങളിൽ ചിലർക്ക് ഗൂഗിൾ ലെൻസ് എന്തെന്ന് അറിയായിരിക്കും, ചിലർക്ക് ഗൂഗിൾ ലെൻസ് എന്തെന്ന് അറിയില്ലായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഗൂഗിൾ ലെൻസിൻ്റെ ഫീച്ചേഴ്സാണ്. അതായത് നമ്മൾക്ക് ഗൂഗിൾ ലെൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ ഗൂഗിൾ ലെൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഓപ്ഷൻ കാണുമല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗൂഗിൾ ലെൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫീച്ചേഴ്സ് 1 by 1 ആയിട്ട് പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ ഞാൻ പറയാൻ പോവാണ്. ഫീച്ചർ നമ്പർ 1 അതാണ് സെർച്ചിങ് ഒബ്ജക്ട്സ്. അതായത് ഇപ്പം നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ കുറേ ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കില്ലേ, അതായത് അതുപോലത്തെ ഒരെണ്ണം വേണമെന്ന് നമുക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നോക്കും. ഇതാ കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ പേനേൻ്റെ ബ്രാൻഡ് അതുപോലെ മാത്രമല്ല ബാക്കി ഡീറ്റെയിൽസും വന്നിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതുപോലത്തെ പേന എവിടെ നിന്ന് വാങ്ങിക്കാം എന്നൊക്കെ കുറേ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു നമുക്ക്. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ബോട്ടം ലെഫ്റ്റിൽ ഇവിടെ ആണെങ്കിൽ ഒരു ഓപ്ഷൻ കാണുമല്ലോ, ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇമേജസിനെ ഇതാക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ ഈ ഇമേജസും ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗൂഗിൾ ലെൻസിൻ്റെ ഫസ്റ്റ് ഫീച്ചർ. ഇനിയാണ് ഫീച്ചർ നമ്പർ 2. അതായത് നമ്മളൊരു പക്ഷേ വേർഡിലോ അല്ലെങ്കിൽ നോട്ട് പാഡിലോ ഒക്കെ നമ്മൾ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിലൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട്, അത് നമുക്ക് ടൈപ്പ് ചെയ്യണം. പക്ഷേ അത് ടൈപ്പ് ചെയ്താൽ കുറേ സമയം എടുക്കുക. അതിനായിട്ട് നമുക്ക് ഈ ഗൂഗിൾ ലെൻസിലൊരു ഫീച്ചർ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ന്യൂസ് എടുക്കുന്നു, എന്നിട്ട് സെർച്ചിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നു. എന്നാ കണ്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ടെക്സ്റ്റ് എന്ന് ഇവിടെ എഴുതിയിരിക്കണതാണല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഇതാ കണ്ട് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ ടെക്സ്റ്റും സെലക്ട് ആയിരിക്കുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേർഡിലോ നോട്ട് പാഡിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് വേണ്ടത് ആഗ്രഹിക്കാം. അപ്പോൾ ഞാൻ ഇതാ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തിട്ട് പേസ്റ്റ് കൊടുക്കുകയാണ്. ഇതാ കണ്ട ആ ന്യൂസ് മൊത്തം വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫീച്ചർ നമ്പർ 2. ഇനി അടുത്തതാണ് ഫീച്ചർ നമ്പർ 3. അതായത് നമുക്ക് ഈ സെർച്ച് ഓപ്ഷൻ വഴി ഒരു QR കോഡിനെയും സ്കാൻ ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഇതാ കണ്ട QR കോഡ് സ്കാൻ ചെയ്ത് വന്നിരിക്കുന്നു. ഇത് എൻ്റെ യൂട്യൂബ് ചാനലാണ്, അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ QR കോഡാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫീച്ചർ നമ്പർ 3. ഓക്കെ, ഇനി അപ്പോൾ സെർച്ച് ഓപ്ഷനുള്ള ഫീച്ചേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് അടുത്തത് ഫീച്ചർ നമ്പർ 4. ഫീച്ചർ നമ്പർ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഓരോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിൽ കിടക്കുകയല്ലേ, എനിക്ക് വേണമെങ്കിൽ ഇത് വേറൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇപ്പോൾ മലയാളം ആകട്ടെ. ഇപ്പോൾ നോക്കൂ, എല്ലാം ട്രാൻസ്ലേറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ ന്യൂസും. ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ലിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാമല്ലോ, അത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന എല്ലാം നമുക്ക് കേൾക്കാം. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായിരിക്കും. റോബോട്ടിക്സിനെ പരിചയപ്പെടുത്തി മുഖം തിരിച്ചറിയൽ വാതിൽക്കൂട്ടുകൾ നിർമ്മിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇന്ന് ലിസൺ ചെയ്യുകയും ചെയ്യാം.
അതുമാത്രമല്ലേ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജിന് ഇവിടെ ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്ന് കൊടുത്താൽ അത് ഏത് ലാംഗ്വേജ് ആയാലും ആ ലാംഗ്വേജിൽ നിന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫീച്ചർ. ഇനി അടുത്തതാണ് ഫീച്ചർ നമ്പർ 5. അതാണ് ഹോംവർക്ക്. അപ്പോൾ ഈ ഫീച്ചറിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ അത് ഇവിടെ കണ്ടോ, ഞാൻ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോംവർക്ക് നേട്ടാൽ തന്നെ മനസ്സിലായി ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുകയാണ്. ഇതാ കണ്ടോ, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി, അതുപോലെ 25/25 625. ഇതാ കണ്ടോ, ഞാൻ ഇപ്പോൾ ഹോംവർക്ക് ഓപ്ഷൻ കൊടുത്തപ്പോൾ ആൻസർ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സായിരുന്നു ഗൂഗിൾ ലെൻസിൽ. ഇനി നമുക്ക് ഹോംവർക്കോ ട്രാൻസ്ലേറ്റോ അല്ലെങ്കിൽ QR കോഡോ ചെയ്യാൻ നമ്മൾ ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇങ്ങനെ ഇമേജസ് വച്ച് നമുക്കാണെങ്കിൽ നമ്മളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ വല്ല ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേറ്റ്, അല്ലെങ്കിൽ വല്ല ഹോംവർക്കിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗൂഗിൾ ലെൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു സൂൺ.